ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി ക്രിസ്തുവിൽ മരിച്ച് നമ്മൾ ഉയർത്തെഴുന്നേൽക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നവർക്ക് ദൈവം കുറേയേറെ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഈ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത് ഒരു യാഗമായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു യാഗമുണ്ടെന്നോ, ഇങ്ങനെ യാഗം കഴിച്ചാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് എന്നോ ഈ ലോകം മനസ്സിലാക്കുന്നില്ല എന്നാണ് ഈ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ ബൈബിള് ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു യാഗത്തെ കുറിച്ച് ലോകം മനസ്സിലാക്കുന്നില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമുക്ക് ഈ എന്താണ് ഈ യാഗം എന്ന് പരിശോധിക്കാം. നമുക്ക് ഇവിടെ എങ്ങനെയാണ് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് നമ്മൾ ഈ യാഗം പൂർത്തിയാക്കുന്നതെന്ന് ഈ ബൈബിൾ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിച്ചു നോക്കാം. ഇവിടെ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം പഠിപ്പിക്കുന്നത് ഇവ വരുവാനിരുന്നവയുടെ നീളിലെത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. അപ്പൊ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദേഹം, നമ്മുടെ ഈ ശരീരം അത് ക്രിസ്തുവിനുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ശരീരം അങ്ങനെ നശിപ്പിച്ചു കളയേണ്ടതല്ല. നമുക്കറിയാം, നമ്മുടെ യേശു മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പഠിപ്പിച്ചു, നമ്മുടെ ഈ ശരീരവും ദേഹവും ദേഹിയുമാണ് നമ്മുടെ ശവക്കുഴിയിൽ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഈ ശവക്കുഴിയിൽ നശിപ്പിക്കപ്പെടേണ്ട ഈ ശരീരത്തെ വീണ്ടെടുക്കുന്നത് ക്രിസ്തുവാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. ഇവിടെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. അപ്പൊ ഇവിടെ ഈ നമ്മുടെ സുവിശേഷ പ്രഘോഷകരും നമ്മുടെ ഈ പ്രൊട്ടസ്റ്റന്റ് സഹോദരന്മാരെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് അത് വേറെ എന്തോ ആണ്, അല്ലെങ്കിൽ അത് വേറെ സെപ്പറേറ്റ് എന്തോ ആണെന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ബോഡി ഓഫ് ക്രൈസ്റ്റ് നമ്മളാണ്. കാരണം ക്രിസ്തു ആത്മാവാണ്, നമ്മുടെ ബോഡിയാണ് ക്രിസ്തുവിന് വേണ്ടത്. അപ്പൊ ബോഡി ഓഫ് ക്രൈസ്റ്റ് നമ്മൾ ആരാണ് ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത്, അവരാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു യാഗമാണ്. പഴയ നിയമത്തിലെ സങ്കീർത്തനം 50-ാം അധ്യായം 5-ാം വാക്യത്തില് ഈ യാഗത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. അപ്പൊ പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്നതും ഈ യാഗം കഴിച്ചാണ് നമ്മൾ വിശുദ്ധരായി തീരേണ്ടത്. അങ്ങനെ യാഗം കഴിച്ച് വിശുദ്ധരായി തീർന്നവരാണ് ദൈവത്തോടൊപ്പം വസിക്കുന്ന വിശുദ്ധന്മാരെന്ന് നമ്മൾ തിരിച്ചറിയണം. വീണ്ടും നമ്മള് ഈ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം, ഇനി നമ്മള് ഇവിടെ മനസ്സിലാക്കേണ്ടത് യേശു ഇങ്ങനെ ഒരു യാഗം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ രക്ഷാനായകൻ യേശുവാണ്. അപ്പൊ യേശു ക്രിസ്തു ഇങ്ങനെ ഒരു യാഗം കഴിച്ചിട്ടുണ്ടോ, അതോ യേശു ക്രിസ്തു കാൽവരി മലയിലാണോ ഈ യാഗം കഴിച്ചതെന്ന് നമുക്ക് വചനത്തിലൂടെ ഒന്ന് ചിന്തിക്കാം. ലോകം മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്നത് യേശു കാൽവരി മലയിൽ കഴിച്ച ആ ക്രൂശിന്മേൽ തൂങ്ങി മരിച്ചപ്പോൾ ഈ ലോകത്തിലെ എല്ലാവരുടെയും പാപം മോചിച്ചു എന്നാണ്. എന്നാൽ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ യേശു കാൽവരി മലയിൽ കുരിശിൽ മരിച്ചതുകൊണ്ട് ആരുടെയും പാപം മോചിച്ചിട്ടില്ല എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. കാരണം യേശു കാൽവരി മലയില് കുരിശിൽ മരിച്ചപ്പോൾ പാപം മോചിച്ചെങ്കിൽ നമ്മൾ പിന്നെ ഇപ്പൊ പാപിയാണോ? നമ്മള് പിന്നെ എന്തിനാണ് ഞാൻ പാപിയാണെന്ന് പറയുന്നത്? എന്നാൽ അതിലൊരു ദൈവിക മർമ്മം നിറഞ്ഞു കിടക്കുന്നുണ്ട്. യേശു കഴിച്ച യാഗം കാൽവരി മലയിലെ ക്രൂശിന്മേൽ കഴിച്ച യാഗമല്ല, അല്ലാതെ യേശു യാഗം ഈ ഭൂമിയിൽ വെച്ച് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എനിക്കൊരു സ്നാനം മുങ്ങുവാനുണ്ട്, ആ സ്നാനം മുങ്ങുവോളം ഞാൻ അസ്വസ്ഥനാകുന്നു. അപ്പൊ ഈ ഓരോ മനുഷ്യനും എങ്ങനെയാണ് ഈ ദൈവവുമായിട്ടുള്ള യാഗം കഴിച്ച് വിശുദ്ധീകരിക്കപ്പെടുന്നത് വരെ അവൻ അസ്വസ്ഥനാണ്. ഈ ദൈവിക സമാധാനം ഈ യാഗം കഴിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടവർക്കാണ് ദൈവത്തിന്റെ ദൈവിക സമാധാനം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ യാഗം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു ഇങ്ങനെ ഒരു യാഗം കഴിച്ചിട്ടുണ്ടോ? നമുക്ക് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 4-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, കാളകളുടെയോ ആട്ടുകൊറ്റന്മാരുടെയോ രക്തം പാവങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അപ്പൊ പഴയ നിയമത്തില് ഈ യാഗം കഴിച്ചുകൊണ്ടിരുന്നത് കാളക്കിടാങ്ങളെയോ അല്ലെങ്കിൽ പ്രാവുകളെയോ അങ്ങനെയുള്ള ഈ അങ്ങനെയായിരുന്നു യാഗം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള യാഗം കൊണ്ടൊന്നും പാപങ്ങൾ മോചിക്കുവാൻ കഴിയുന്നതല്ല. അപ്പൊ ഇവിടെ വീണ്ടും അതിന്റെ 10-ാം അധ്യായം 5-ാം വാക്യം പഠിപ്പിക്കുകയാണ്: ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാട് നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ആകയാൽ ലോകത്തിൽ വരുമ്പോൾ,
ക്രിസ്തു ലോകത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന് വസിക്കുവാൻ അല്ലെങ്കിൽ ക്രിസ്തുവിന് വസിക്കുവാൻ ഒരു ശരീരം ആവശ്യമായിരുന്നു. കാരണം നമ്മൾ തിരിച്ചറിയേണ്ടത് ക്രിസ്തു എന്ന് പറയുന്നത് യേശു അല്ല. അപ്പൊ അത് യേശു അല്ല എന്ന് പറയുമ്പോൾ അത് വചനവിരുദ്ധമാണ്. കാരണം യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കാത്തവന് ഒക്കെ അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനല്ല എന്നാണ് വചനം യോഹന്നാൻ ലേഖനത്തിൽ പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഈ യേശു ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് യേശു യാഗം കഴിച്ചത്. അപ്പൊ ഈ ക്രിസ്തുവിന് ലോകത്തിലേക്ക് വരുവാൻ ഒരു ശരീരം ആവശ്യമായിരുന്നു. വിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധിയുള്ള ഒരു ശരീരം ക്രിസ്തുവിന് ആവശ്യമായിരുന്നു. നാം തിരിച്ചറിയേണ്ടത് യേശുവിന് ലോകത്തിൽ പിറക്കുവാൻ ഒരു ഉദരം ആവശ്യമായിരുന്നു. അങ്ങനെ മറിയത്തിന്റെ ആ വിശുദ്ധിയുള്ള ഉദരത്തിലേക്കാണ് യേശു വന്ന് പിറന്നത്. എന്നാൽ ക്രിസ്തുവിന് ലോകത്തിലേക്ക് വരുവാൻ നമ്മൾ തിരിച്ചറിയേണ്ടത് യേശു ആദ്യജാതനാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിന്റെ ആദ്യജാതനാണ് യേശു. എന്നാൽ ദൈവത്തിന്റെ ഏകജാതനാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പൊ യേശു ആദ്യജാതനാണ്, ക്രിസ്തു ഏകജാതനാണ്. ക്രിസ്തുവിനെ സ്വീകരിച്ച് യേശു ആദ്യജാതനായി തീർന്നു. എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ സ്വീകരിച്ച് യേശു ദൈവത്തിൽ നിന്ന് ജനിച്ചു. അങ്ങനെ യേശു ആദ്യജാതനായി തീർന്നു. എന്നാൽ ദൈവത്തിന് ഒരേ ഒരു പുത്രനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ഇത് രണ്ടുമാണ് അതിന്റെ വ്യത്യാസം. ക്രിസ്തു ഏകജാതനാണ്, യേശു ആദ്യജാതനാണ്. അപ്പൊ ആദ്യജാതനുണ്ട്, ഏകജാതനുണ്ട്. ക്രിസ്തു ഏകജാതനാണ്, യേശു ആദ്യജാതനാണ്. അപ്പൊ ഈ യേശുവിനെ കുറിച്ച് പറയുന്ന എല്ലാ വചനങ്ങളും ആദ്യജാതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള വചനങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിന് ലോകത്തിലേക്ക് വരുവാൻ ഒരു ശരീരം ആവശ്യമായിരുന്നു. അങ്ങനെ അപ്പൊ ദൈവം ഹനനയാഗമോ വഴിപാടോ ഒന്നും ദൈവം ആഗ്രഹിച്ചില്ല, അതിൽ പ്രസാദിച്ചതുമില്ല. അപ്പൊ ഇങ്ങനെ ഹനനയാഗം വഴിപാടും കഴിച്ചുകൊണ്ടൊന്നും ദൈവം പ്രസാദിച്ചില്ല, ഈ കാലത്തും പ്രസാദിച്ചില്ല, ഈ പഴയ നിയമകാലത്തും ദൈവം ആ യാഗങ്ങളിലൊന്നും പ്രസാദിച്ചില്ല. വീണ്ടും അതിന്റെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 6-ാം വാക്യം പഠിപ്പിക്കുകയാണ്, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പൊ ഇങ്ങനെയുള്ള യാഗങ്ങളിലൊന്നും ദൈവം പ്രസാദിച്ചില്ലെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. അപ്പൊ പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്ന ആരെ കുറിച്ചാണ്? അത് മിശിഹായെ കുറിച്ചാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പൊ ക്രിസ്തു പറയാണ്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോഴേ ക്രിസ്തുവിനൊരു ശരീരം ആവശ്യമായിരുന്നു. അങ്ങനെ ഇവിടെ ക്രിസ്തു പറയാണ്, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. അപ്പൊ ഹനനയാഗവും വഴിപാടും നീ ദൈവം ഇച്ഛിച്ചില്ല. എന്നാൽ ക്രിസ്തുവിന് ലോകത്തിലേക്ക് വരുവാൻ ഒരു ഒരുക്കപ്പെട്ട ഒരു ശരീരം ആവശ്യമായിരുന്നു. അങ്ങനെ ഒരുക്കപ്പെട്ട യേശുവിന്റെ ശരീരത്തിലേക്കാണ് ക്രിസ്തു വന്നത്. അതാണ് നാം തിരിച്ചറിയേണ്ടത്. അങ്ങനെ ഇത് ഇവിടെ വീണ്ടും ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 8-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള വഴിപാടുകളിലോ യാഗങ്ങളിലോ ഒന്നും ദൈവം പ്രസാദിച്ചില്ലെന്നാണ് ഈ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലൂടെ 10-ാം അധ്യായം 6, 7, 8 വചനങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ നമ്മള് അപ്പോസ്തല പ്രവർത്തനങ്ങള് അപ്പൊ മനുഷ്യന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ശുശ്രൂഷ ദൈവം സ്വീകരിക്കുന്നുണ്ടോ? ഒരു ശുശ്രൂഷ സ്വീകരിക്കുന്നില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമ്മള് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയത് കൊണ്ടോ അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ആരാധന നടത്തിയത് കൊണ്ടൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. അതില് ദൈവം മനുഷ്യന്റെ കയ്യിൽ നിന്ന് യാതൊരു ശുശ്രൂഷയും സ്വീകരിക്കുന്നില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ആ അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായം 24-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ആലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അതിന്റെ 25-ാം വാക്യം പഠിപ്പിക്കുകയാണ്, താൻ എല്ലാവർക്കും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അപ്പൊ ഈ ലോകത്തിലുള്ളത് സർവ്വതും സൃഷ്ടിച്ച ദൈവമാണ്. ദൈവത്തിന് മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു ശുശ്രൂഷ ആവശ്യമില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ ആവശ്യപ്പെടുന്നില്ല, ആ ശുശ്രൂഷ ദൈവമായിട്ട് സ്വീകരിക്കുന്നുമില്ലെന്നാണ് വചനം പഠിപ്പിച്ചത്. ഇവിടെ വീണ്ടും പഠിപ്പിക്കുകയാണ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കി പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പൊ പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. അങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് പുസ്തക ചുരുളിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ 8-ാം വാക്യം
അതിന്റെ ഹെബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീച്ചിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, അപ്പൊ ഇങ്ങനെ പാപയാഗങ്ങളോ ഹനനയാഗോ വഴിപാടോ ഒന്നും ദൈവം പ്രസാദിച്ചില്ല, അത് ദൈവം ആഗ്രഹിച്ചിട്ടുമില്ല. പിന്നെയോ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. അപ്പൊ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ഒരു സാധനം സ്ഥാപിച്ചു. അപ്പൊ ക്രിസ്തു ഈ ഭൂമി, അപ്പൊ ഈ പഴയ നിയമപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളോ വഴിപാടിലൊന്നും ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ ദൈവത്തിന് പ്രസാദമുള്ള ഒരു കാര്യം ചെയ്യുവാനായിട്ടാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ടാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ ക്രിസ്തുവിന് വരുവാനായിട്ട് ക്രിസ്തുവിനൊരു ഒരുക്കപ്പെട്ട ശരീരം ആവശ്യമായിരുന്നു. അങ്ങനെ യേശു തന്റെ ശരീരം വിശുദ്ധമാക്കി ക്രിസ്തുവിന് നൽകി. അങ്ങനെ യേശുവിന്റെ ശരീരത്തിലേക്കാണ് ക്രിസ്തു വന്ന് വസിച്ചത്. എപ്പോഴാണോ ക്രിസ്തു യേശുവിന്റെ ശരീരത്തിലേക്ക് വന്ന്, അല്ലെങ്കിൽ യേശുവിന്റെ ഹൃദയത്തിലേക്ക് വന്ന് ക്രിസ്തു വസിച്ചത്, അപ്പോഴാണ് യേശു ക്രിസ്തു ആയി തീർന്നത്. ഇതാണ് നാം ബൈബിളിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയൊരു മർമ്മം. എപ്പോഴാണോ യേശു ക്രിസ്തുവിനെ തന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചത്, അപ്പോഴാണ് യേശു ക്രിസ്തു ആയി തീർന്നത്. അപ്പോഴാണ് യേശു ദൈവരാജ്യ പ്രഘോഷണം ആരംഭിച്ചതെന്ന് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ 9-ാം വാക്യം പഠിപ്പിക്കുകയാണ്: ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. അപ്പൊ ഇവിടെ ഈ 9-ാം വാക്യം പഠിപ്പിക്കുകയാണ്: ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. അപ്പൊ ഈ ക്രിസ്തു ലോകത്തിൽ വന്നിട്ട് ഈ ലോകത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യം ക്രിസ്തു ഇല്ലാതെയാക്കി വീണ്ടും ക്രിസ്തു ഒരു പുതിയ കാര്യം സ്ഥാപിച്ചു. അപ്പൊ ഒന്നാമത്തതിനെ നീക്കിക്കളയുവാൻ അവൻ രണ്ടാമത്തതിനെ സ്ഥാപിച്ചു. അപ്പൊ ഒന്നാമത് കഴിച്ചു വന്നിരുന്ന ഈ യാഗവും വഴിപാടും എല്ലാം ക്രിസ്തു ഇല്ലാതെയാക്കി ക്രിസ്തു വീണ്ടും പുതിയൊരു കാര്യം ഇവിടെ സ്ഥാപിച്ചു. ഈ പുതിയത് എന്താണെന്നാണ് ലോകത്തിന് ഗ്രഹിക്കുവാൻ കഴിയാത്തത്. ഇവിടെ ക്രിസ്തു രണ്ടാമത് സ്ഥാപിച്ചത് എന്തായിരുന്നു എന്ന് ലോകത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ അപ്പോസ്തോലിക സഭകൾ പറയുന്നത് കുർബാനയാണെന്ന് പറയും. വേറെ പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങളാണെങ്കിൽ പറയാം അത് കർത്തൃമേശ, അങ്ങനെ പല കാര്യങ്ങളാണ് ഈ ലോകത്തിൽ നിന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ക്രിസ്തു ഇവിടെ ലോകത്തിൽ വന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ്. അപ്പൊ ഇവിടെ വീണ്ടും അതിന്റെ 10-ാം വാക്യം പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക: ക്രിസ്തു വന്നിട്ട് ഒന്നാമത് ഇവിടെ കഴിച്ചുകൊണ്ടിരുന്ന ഈ വഴിപാടും യാഗങ്ങളെല്ലാം ക്രിസ്തു ഇല്ലാതെയാക്കി ക്രിസ്തു വീണ്ടും ഒരു കാര്യം ഇവിടെ ഈ ലോകത്ത് സ്ഥാപിച്ചു. ആ ഇഷ്ടത്തിൽ അതിന്റെ ഹെബ്രായർക്കെഴുതിയ ലേഖനം തന്നെ 10-ാം അധ്യായം 10-ാം വാക്യം പഠിപ്പിക്കുകയാണ്: ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇവിടെ അതിന്റെ 8-ാം വാക്യം പഠിച്ചു, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ് ക്രിസ്തു വരുന്നത്. അപ്പൊ ഇവിടെ വീണ്ടും അതിന്റെ 10-ാം വാക്യം പഠിപ്പിക്കുകയാണ്: ആ ഇഷ്ടത്തിൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു ഒരു യാഗം കഴിച്ചു, ആ യാഗത്തിലൂടെ നമ്മളെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ വചനം പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു യാഗത്തിലൂടെ നമ്മൾ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു ഒരു ശരീരയാഗം കഴിച്ചു, യേശുക്രിസ്തു വിശുദ്ധീകരിക്കപ്പെട്ടു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നത് ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവിനെ യേശു തന്റെ ശരീരം യാഗം കഴിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ചു. അങ്ങനെ യേശു ക്രിസ്തു ആയിത്തീർന്നു. ഇവിടെ വീണ്ടും അങ്ങനെ നമ്മളിപ്പോ ഇത് മനസ്സിലാക്കി വെക്കുക: ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ഓർമ്മയിൽ വെക്കുക. വീണ്ടും അതിന്റെ 11-ാം വാക്യം പഠിപ്പിക്കുകയാണ്: ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പാപപരിഹാര ബലി എല്ലാ ദിവസവും പുരോഹിതൻ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പൗലോസ്ലീഹ ഇവിടെ പഠിപ്പിക്കുകയാണ്, അത് പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയുന്നതല്ല. ആ ബലി കൊണ്ടൊന്നും നമ്മുടെ പാപങ്ങൾ പരിഹരിക്കാൻ കഴിയുകയില്ലെന്നാണ് പൗലോസ്ലീഹ ഈ വചനത്തിലൂടെ അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ നാം തിരിച്ചറിയേണ്ടത്,
നാം ഈ കഴിക്കുന്ന ബലിയിലൂടെ നാം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കഴിക്കുന്ന ബലിയിലൂടെ നാം വിശദീകരിക്കപ്പെടുമോ എന്നെല്ലാം നാം തന്നെയാണ് തിരിച്ചറിയേണ്ടത്. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് അങ്ങനെ ഈ ദിവസേന കഴിക്കുന്ന ഈ പുരോഹിതൻ കഴിക്കുന്ന വഴിപാടിലൂടെയും യാഗങ്ങളിലൂടെയും മനുഷ്യൻ വിശദീകരിക്കപ്പെടുന്നില്ല എന്നാണ്. വീണ്ടും അതിന്റെ 12-ാം വാക്യം പഠിപ്പിക്കുകയാണ്. യേശുവോ അങ്ങനെ ഈ ദിവസേന അർപ്പിക്കുന്ന ഈ പാപപരിഹാര ബലി കൊണ്ടൊന്നും ഒരു പാപവും മോചിക്കുന്നില്ല എന്നാണ് ഇവിടെ വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും ഹെബ്രായർക്കെഴുതിയ ലേഖനം തന്നെ 10-ാം അധ്യായം 12-ാം വാക്യം പഠിപ്പിക്കുകയാണ്. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആഗോളം കാത്തിരിക്കുന്നു. അപ്പൊ തന്റെ ശത്രു തന്റെ പാദപീഠം ആഗോളം യേശു പിതാവിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തിനാണ്? അപ്പൊ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ ഇനി ശത്രു തന്റെ പാദപീഠ ആഗോളം യേശു കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് 11-ാം വാക്യം പഠിച്ചാൽ മനസ്സിലാവും. വീണ്ടും അതിന്റെ 14-ാം വാക്യം പഠിപ്പിക്കുകയാണ്. ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മള് 10-ാം വാക്യത്തിൽ പഠിച്ചു, ആ ഇഷ്ടത്തിൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ 14-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പൊ മുകളിൽ 10-ാം വാക്യം പഠിപ്പിച്ചത് ഏകയാഗത്താൽ ആ ഇഷ്ടത്തിൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച് ശരീരയാഗത്താൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ 14-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ഏകയാഗത്താൽ വിശദീകരിക്കപ്പെടുന്നവർക്ക്. അപ്പൊ യേശുക്രിസ്തു നടത്തിയ അതേ ശരീരയാഗം നടത്തിയാലാണ് നമ്മൾ വിശദീകരിക്കപ്പെടുകയുള്ളൂ. അപ്പൊ നാം തിരിച്ചറിയേണ്ടത് യേശുക്രിസ്തു ഈ യാഗം നടത്തി കാൽവരി മലയിൽ കയറി കുരിശിൽ മരിച്ച യാഗമല്ല ഇത്. ഈ യാഗം വേറെ ഒരു യാഗമാണ്. ഈ യാഗം ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമ്മുടെ ശരീരം ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ഈ യാഗം. ആ യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അതാണ് ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ. അപ്പൊ ക്രിസ്തു വന്നത് ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ യേശു തന്റെ ഹൃദയത്തിൽ തന്റെ ശരീരത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച് തന്റെ ശരീരം ദൈവത്തിന് സമർപ്പിച്ച് യേശു വിശുദ്ധീകരിക്കപ്പെട്ടു. ആ വിശുദ്ധീകരിക്കപ്പെട്ട ശരീരത്തിലേക്കാണ് ക്രിസ്തു വന്നത്. അങ്ങനെ യേശു തന്റെ ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടു. ഇവിടെ വീണ്ടും 14-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് അവൻ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പൊ ആരൊക്കെയാണോ യേശു കഴിച്ച ഈ ശരീരയാഗം നടത്തി വിശുദ്ധീകരിക്കപ്പെടുന്നത് അവർക്ക് സൽഗുണപൂർണത വന്നു എന്നാണ് ഇവിടെ ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പൊ വചനം നമ്മൾ യഥാർത്ഥമായിട്ട് വചനം ഗ്രഹിച്ചാൽ ക്രിസ്തു നടത്തി ഒന്നാമത്തേതിനെ ഈ നമ്മള് 8-ാം വാക്യം പഠിച്ചു. ഹെബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 8-ാം വാക്യം പഠിച്ചു. ഈ ബലികളിലും കാഴ്ചകളിലും ഒന്നും ദൈവം പ്രസാദിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മള് ഈ യേശു ക്രിസ്തു ഒരു ശരീരയാഗം നടത്തി വിശദീകരിക്കപ്പെട്ടു. ഇനി ഇതുപോലെ നമുക്ക് എല്ലാവർക്കും യേശു കഴിച്ച ആ ശരീരയാഗം നടത്തി നമുക്ക് ക്രിസ്തുവിനെ സ്വീകരിച്ച് അങ്ങനെ ക്രിസ്തുവിൽ വിശദീകരിക്കപ്പെടാം. അതാണ് ഇവിടെ വചനത്തിലൂടെ നാം ഗ്രഹിക്കേണ്ടത്. അല്ലാതെ ഈ ലോകം മനസ്സിലാക്കിയതുപോലെ ഈ ബലികളും കാഴ്ചകളും നമ്മൾ എല്ലാ ദിവസവും അർപ്പിച്ചതുകൊണ്ടോ എല്ലാ ദിവസവും പാപപരിഹാര ബലി അർപ്പിച്ചതുകൊണ്ടൊന്നും നാം വിശദീകരിക്കപ്പെടുന്നില്ല. നമ്മുടെ ശരീരം, അതാണ് ദേഹം എന്നതോ ക്രിസ്തുവിനല്ലോ. നമ്മൾ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തില് നമ്മള് വചനത്തിൽ പഠിക്കുന്നുണ്ട്, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ ശരീരം അത് ക്രിസ്തുവിനുള്ളതാണ്. ആരൊക്കെയാണോ നമ്മുടെ ശരീരം ക്രിസ്തുവിന് സമർപ്പിക്കുന്നത്, അത് അങ്ങനെ ആരൊക്കെ ദൈവത്തിന് നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുന്നതോ ആ ഒരു സമർപ്പണമാണ് ദൈവം നമ്മളെ മനുഷ്യരിൽ നിന്ന് സ്വീകരിക്കുന്നത്. വേറെ ഒരു ശുശ്രൂഷയും ദൈവം സ്വീകരിക്കുന്നില്ല എന്നാണ് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ആ ഇഷ്ടത്തിൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ യേശുക്രിസ്തു വിശദീകരിക്കപ്പെട്ടു. ഇനി നാം ഓരോരുത്തരും ഈ യേശുക്രിസ്തു കഴിച്ച അതേ ശരീരയാഗത്താൽ നമ്മൾ വിശദീകരിക്കപ്പെടുന്നത്. ആ ശരീരയാഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം നമ്മൾ ക്രിസ്തുവിനെ സമർപ്പിച്ച് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതാണ് ആ ശരീരയാഗം.
ക്രിസ്തു ആത്മാവാണ്, ദൈവവും ആത്മാവാണ്. ഈ ആത്മാവായ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് നാം വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഈ ഒരു വലിയ മർമ്മമാണ് ലോകത്തിന് മനസ്സിലാകാത്തത്. അപ്പൊ ഒന്നാമത്തതിനെ അപ്പൊ ഈ പഴയ നിയമപ്രകാരം കഴിച്ചിരുന്ന വഴിപാട് യാഗങ്ങളിലൊന്നും ദൈവം പ്രസാദിച്ചില്ല. അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. അപ്പൊ ഈ വഴിപാട് യാഗങ്ങളെല്ലാം ക്രിസ്തു ഭൂമിയിൽ വന്നതിന് ശേഷം ഇല്ലാതെയാക്കി. അവൻ വീണ്ടും രണ്ടാമതൊരു ഒന്നിവിടെ സ്ഥാപിച്ചു. ആ രണ്ടാമത് സ്ഥാപിച്ചതാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ച് ക്രിസ്തുവിന് വസിക്കുവാൻ തക്ക ഒരു ശരീരമാക്കി അതിന് വിശദീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ക്രിസ്തു വരുന്നു. അങ്ങനെ ക്രിസ്തു വീണ്ടെടുത്ത ശരീരമാണ് വിശദീകരിക്കപ്പെടുന്നത്. അതാണ് ഇവിടെ യേശു പഠിപ്പിക്കുന്നത്. ആ ഇഷ്ടത്തിൽ ആ ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ശരീരയാഗം നടത്തി കഴിഞ്ഞാൽ നമ്മൾ സദാകാലത്തേക്കും വിശദീകരിക്കപ്പെട്ടു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഈ ഒരു സത്യമാണ് യേശു മത്തായിയുടെ സുവിശേഷത്തില് നമ്മളെ പഠിപ്പിച്ചത്. എന്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അപ്പൊ നമ്മുടെ പിതാവിനെ പോലെ നമുക്ക് സൽഗുണപൂർണരായി തീരാം. എങ്ങനെ സൽഗുണപൂർണരായി തീരാം? യേശു ക്രിസ്തു കഴിച്ച അതേ ശരീരയാഗത്താൽ ശരീരയാഗം നടത്തി നമുക്കും സൽഗുണപൂർണത നേടാം എന്നാണ് ഇവിടെ വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ പിതാവിനെ പോലെ നമുക്ക് പൂർണ്ണരായി തീരാം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. എന്നാൽ യേശു ഈ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പഠിപ്പിച്ചു, എന്റെ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. ഇവിടെ വീണ്ടും വചനം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 14-ാം വാക്യത്തിലൂടെ പഠിപ്പിക്കുകയാണ്, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പൊ തന്റെ ശത്രു തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണോ ഈ ശത്രുവായ പിശാചിനെ ശരീരയാഗം നടത്തി കീഴ്പ്പെടുത്തുന്നത്, അവർക്ക് അങ്ങനെ ആരൊക്കെ പിശാചിനെ തോൽപ്പിച്ച് ഈ ലോകത്തെ ജയിക്കുന്നുവോ അത് കാത്തിരിക്കുകയാണ് യേശു. ആ തന്റെ ശത്രുവായ പിശാചിനെ ആരെല്ലാം ഈ ശരീരയാഗം നടത്തി വിശുദ്ധീകരിച്ച് തോൽപ്പിക്കുന്നുവോ അവർക്ക് വേണ്ടി യേശു പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാത്തിരിക്കുകയാണ്. വീണ്ടും നമ്മള് എഫെസ്യർക്ക് ലേഖനത്തിൽ പഠിക്കുന്നത്, ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ ഇവിടെ ആരൊക്കെയാണോ ഏകയാഗം നടത്തി ക്രിസ്തുവിലൂടെ ഏകയാഗം നടത്തി വിശുദ്ധീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്, അവരെ എല്ലാവരെയും ദൈവം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ശരീരയാഗം നടത്തി വിശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, നമ്മൾ പിന്നെ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. ഈ വലിയൊരു രഹസ്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിലൂടെ പഠിപ്പിക്കുകയാണ്, ആകിയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അപ്പൊ നമ്മള് ആരൊക്കെയാണോ ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റത് അവര് ഇനി ഭൂമിയിലെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുതെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. മറിച്ച് ഉയരത്തിലുള്ളത്, അല്ലെങ്കിൽ ആത്മീയത എന്ത് പറയുന്നുവോ അത് നമ്മൾ ആ ആത്മീയത അനുസരിച്ച് ജീവിക്കണമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും ഇപ്പൊ നമുക്കൊരു സംശയം തോന്നാം, യേശു ഇങ്ങനെ ഒരു പുതിയതൊന്ന് ഈ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊരു സംശയം തോന്നാം. വീണ്ടും ഹെബ്രായർക്ക് എഴുതിയ ലേഖനം തന്നെ 10-ാം അധ്യായം 19-ാം വാക്യം പഠിപ്പിക്കുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹം എന്ന തിരുശീലയിൽ കൂടി നമുക്ക് സൃഷ്ടിച്ച പുതുവഴിയായി. അപ്പൊ യേശു നമുക്ക് ഓരോരുത്തർക്കും ഒരു പുതിയ വഴി ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ വഴി സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ ശരീരയാഗം നടത്തി നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാം എന്നൊരു പുതിയ ഒരു കൽപ്പന, അല്ലെങ്കിൽ പുതിയൊരു സംഭവം ഈ ലോകത്തിൽ യേശു സ്ഥാപിച്ചു, അല്ലെങ്കിൽ ഒരു പുതിയ സിസ്റ്റം യേശു ഈ ലോകത്തിൽ സ്ഥാപിച്ചു. അത് നമ്മുടെ ശരീരം യാഗം നടത്തി വിശുദ്ധീകരിക്കപ്പെടാമെന്നാണ്. യേശു കാൽവരി മലയില് കുരിശിൽ മരിച്ച യാഗമല്ല, നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തെ
നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് വിശദീകരിക്കപ്പെടാം. അത് ക്രിസ്തുവിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ക്രിസ്തുവിലൂടെ നമ്മുടെ ശരീരം ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നതാണ് നമ്മുടെ ശരീരയാഗം. ആ ഒരു ശരീരയാഗം മാത്രമാണ് മനുഷ്യന്റെ കയ്യിൽ നിന്ന് ദൈവം സ്വീകരിക്കുന്നത് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. അപ്പൊ ഇവിടെ 19-ാം വാക്യം, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 19-ാം വാക്യം പഠിപ്പിക്കുകയാണ്. ആകയാൽ സഹോദരന്മാരെ, യേശു തന്റെ ശരീരം എന്ന തിരുശീലയിൽ കൂടി നമുക്ക് സ്ഥാപിച്ച പുതുവഴിയായി. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരുശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച പുതുവഴിയായി. അപ്പൊ യേശുവിടെ ഒരു പുതിയ വഴി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരം യാഗം നടത്തി, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ച്, അത് ക്രിസ്തുവിലൂടെയാണ് നമുക്ക് സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. അങ്ങനെ ക്രിസ്തുവിലൂടെ നമ്മുടെ ശരീരം ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാം. അങ്ങനെ ക്രിസ്തുവുമായി ഏക ശരീരമായി തീരാം. അതാണ് പുതിയ വഴി. ഇതാണ് ജീവനിലേക്കുള്ള വഴി എന്നാണ് ഇവിടെ വചനം പഠിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും യേശു സ്ഥാപിച്ച ഈ പുതിയ വഴി, ഈ ജീവനിലേക്കുള്ള ഈ പുതിയ വഴി, നമ്മുടെ ഓരോരുത്തരുടെയും ഈ ജഡിക ശരീരം ക്രിസ്തുവിലൂടെ ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാം. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് ദൈവം സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. നമുക്ക് സ്വയം ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവിലൂടെ നമ്മുടെ ശരീരം ദൈവത്തിന് സമർപ്പിച്ച് യേശു നമുക്ക് കാണിച്ചു തന്ന ആ പുതുവഴി നമുക്ക് സ്വീകരിക്കാം. ആ പുതുവഴിയിലൂടെ നമ്മുടെ ശരീരം ക്രിസ്തുവിലൂടെ ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാം. അങ്ങനെ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടുന്നതിനോടൊപ്പം അനേകരെ ഈ ഒരു പുതിയ വഴി, യേശു സ്ഥാപിച്ച ഈ പുതിയ വഴി, ഏതാണ് പുതിയ നിയമം? ആ പുതിയ നിയമം എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്ത് ഈ സത്യസുവിശേഷത്തിലൂടെ അനേകരെ ക്രിസ്തുവിലേക്ക് വഴി നടത്താം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിന്റെ ആ പുതിയ വഴിയിലേക്ക് വഴി നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.